ആഷിക്ക് നമ്മൾ പലതരത്തിലുള്ള വിഷയങ്ങളും ചർച്ച ചെയ്തിട്ടുണ്ട്. എന്നാൽ കായികം നമ്മൾ ഇതിനകത്ത് ചർച്ച ചെയ്തിട്ടില്ല. കായിക മേഖലയെക്കുറിച്ച് നമ്മൾ അതിനെ കൃത്യമായിട്ട് സംസാരിച്ചിട്ടില്ല. എന്തായാലും ഒരു പ്രധാനപ്പെട്ട വാർത്ത ഉള്ളതുകൊണ്ട് തന്നെ നമുക്കതിനെക്കുറിച്ചൊന്നും പറയാതിരിക്കാനുമാകില്ല. ഇന്നത്തെ എല്ലാ പത്രങ്ങളിലും അല്ലെങ്കിൽ എല്ലാത്തിലും പ്രധാന വാർത്തയായിട്ട് വന്നതായിരുന്നു 18 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ IPL കിരീടം നേടിയിരിക്കുന്നു. വിരാട് കോഹ്ലിയുടെ ഇതുവരെയുള്ള കരിയറിൽ ഏറ്റവും നിർണായകമായ ഒരു ദിവസം, അതായത് കഴിഞ്ഞ ദിവസം അവർ കപ്പ് നേടി. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ട്രോളുകൾ അനുഭവിച്ചിട്ടുള്ള ഒരു ടീമായിരുന്നു റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു. നമുക്കറിയാം, ഈ സാല കപ്പ് നമ്തേ എന്നൊക്കെ പറഞ്ഞിട്ട് മാത്രമല്ല, ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടി ധോണി കിരീടം നേടുന്നു. രോഹിത് ശർമ്മ മുംബൈ ഇന്ത്യൻസിന് വേണ്ടി 5 തവണ കപ്പ് നേടുന്നു. അങ്ങനെ വന്നപ്പോൾ അടുത്തൊരു പ്ലെയർ വിരാട് കോഹ്ലിയുടെ ടീമിന് മാത്രം കപ്പൊന്നും ഇതുവരെയും കിട്ടിയിട്ടില്ല. അപ്പോൾ ആ രീതിയിൽ പലരും, ഇപ്പം ധോണി ഫാൻസും രോഹിത് ശർമ്മ ഫാൻസും എല്ലാം തന്നെ കോഹ്ലിയെ ക്രൂശിക്കുന്ന ഒരു സമയമായിരുന്നു, പരിഹസിച്ച് ഇല്ലാതാക്കുന്ന അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസത്തോടു കൂടി അതിന് വിരാമമാവുന്നു. മാത്രമല്ല, IPL ഏതാണ്ട് ഇപ്പം കോഹ്ലിയുടെ കരിയറിലെ ഏറ്റവും അവസാന സമയം കൂടിയാണത്. ഇതൊരു കോഹ്ലി ടെസ്റ്റിൽ നിന്നും അതുപോലെ തന്നെ T20 ഇന്റർനാഷണലിൽ നിന്നും വിരമിച്ചു കഴിഞ്ഞു. ഇപ്പോൾ IPL കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കരിയറിന്റെ അവസാന നാളുകളിൽ കോഹ്ലിക്ക് കിട്ടുന്നൊരു ട്രിബ്യൂട്ട് കൂടിയായിട്ടുണ്ട് ഈ ഒരു മത്സരത്തിലെ ജയം കൊണ്ട് തന്നെ. എന്തായാലും വളരെ നിർണായകമായ ഒരു ദിവസമായിരുന്നു. റോയൽ ചലഞ്ചേഴ്സ് ഫാൻസിനെ തന്നെ ത്രസിപ്പിക്കുന്ന ഒരു മത്സരഫലമായിരുന്നു. എന്ത് തോന്നുന്നു ആഷിക്കിന് ഈ ഒരു മത്സരവുമായി ബന്ധപ്പെട്ട്? ശരത് സൂചിപ്പിച്ചതുപോലെ തന്നെ 18 വർഷത്തെ കാത്തിരിപ്പാണ് RCB എന്ന റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിനെ ഇന്നലെ രാത്രി കൊണ്ട് അവരുടെ ഒരു സ്വപ്നമാണ് ഇന്നലെ രാത്രി സാക്ഷാത്കരിച്ചത്. അതിന്റെ ഭാഗമായിട്ട് ഇന്നലെ കർണാടകയിൽ മൊത്തം വൻ എന്താ പറയുക ആഘോഷ പരിപാടികൾ. അതെ അതെ, ഈ RCBയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഫാൻസ് നിരയാണ് അവർക്കുള്ളത്. അവരെ ആരാധിക്കുന്ന അല്ലെങ്കിൽ അവരെ നെഞ്ചിൽ കൊണ്ട് നടക്കുന്ന ആരാധകർ. ഇപ്പോൾ നമ്മൾ പറയും, ഈ കേരളീയരായതുകൊണ്ട് നമുക്ക് പറയാം, കേരള ബ്ലാസ്റ്റേഴ്സിനെയും അതുപോലെ തന്നെ RCBയെയും പിൻപറ്റുന്ന ഫാൻസിനെ നമുക്ക് വിശ്വസിക്കാമെന്നൊക്കെ ഇങ്ങനെ കളിയാക്കുന്ന രീതിയിൽ പറയും. കാരണം അവരിട്ടിട്ട് പോവാത്ത ആളുകളാണെന്ന്. ഇന്നലെ രാത്രിയോടുകൂടി IPL-ൽ RCB സ്വപ്നം കണ്ടുവച്ച ആ കപ്പിലേക്ക് മുത്തമിടുകയാണ്. അതും 18 വർഷം കൂടെ നിന്ന 18 വർഷം ഒറ്റ ടീമിൽ മാത്രം കളിച്ച, ഒരു ഫ്രാഞ്ചൈസിയിൽ മാത്രം കളിച്ച വിരാട് കോഹ്ലിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അർഹിച്ചിരുന്ന ഒരു കപ്പ് തന്നെയാണ്. ഇപ്പോൾ പഞ്ചാബിന്റെ കാര്യം പറയുകയാണെങ്കിൽ അവരും ഒരു കപ്പ് അർഹിച്ചിരുന്നു. പ്രത്യേകിച്ച് ശ്രേയസ് അയ്യർ മികച്ച പ്രകടനം നടത്തി ടീമിനെ നയിച്ചു. കഴിഞ്ഞ വർഷം KKRന് വേണ്ടി കപ്പ് എടുത്തു കൊടുത്ത നായകനാണ്. ഈ വർഷവും ഫൈനലിൽ എത്തിച്ചു റണ്ണറപ്പ് ആക്കി ടീമിനെ. അപ്പൊ അവരും ഒരു കപ്പ് അർഹിക്കുന്നുണ്ടായിരുന്നു. അവർക്ക് ഇതുവരെ ഒരു കപ്പില്ല. RCB അർഹിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ മൊത്തം നോക്കുകയാണെങ്കിൽ വിരാട് കോഹ്ലിയോളം ആ കപ്പ് അർഹിക്കുന്ന വേറെ ആരും ഇല്ല എന്ന് വേണം പറയാൻ. അതെ, ഈ സീസണിൽ ഉടനീളം എടുത്ത് പരിശോധിക്കുമ്പോൾ അദ്ദേഹം വളരെ മികച്ച പെർഫോമൻസ് ആയിരുന്നു. IPL-ന്റെ ചരിത്രത്തിൽ വിരാട് കോഹ്ലിക്ക് ഒരുപാട് പഴികൾ കേട്ടിരുന്നു. അദ്ദേഹം സ്ട്രൈക്ക് റേറ്റ് ഉയർത്താതെ സ്വന്തം റൺ ഉയർത്താൻ വേണ്ടിയിട്ടാണ്, സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം കളിക്കുന്നത്, ടീമിന് വേണ്ടിയല്ല കളിക്കുന്നത് എന്നൊക്കെ പരിഹാസങ്ങൾ വരുമ്പോഴും കഴിഞ്ഞതിന്റെ മുമ്പത്തെ സീസൺ അതുപോലെ ഈ സീസൺ എല്ലാം എടുത്ത് പരിശോധിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സ്ട്രൈക്ക് റേറ്റ് ഉയർത്താനും കളിയിൽ വരുത്തിയ മികവും കളിയിൽ വന്ന മാറ്റം നമുക്ക് പ്രകടമായി കാണാൻ കഴിയും. കാരണം അത്രയും മികച്ച രീതിയിലാണ് അദ്ദേഹം സ്ട്രൈക്ക് റേറ്റ് ഉയർത്തിക്കൊടുക്കുന്നത്. ഈ ഒരു സീസൺ എടുത്ത് പരിശോധിക്കുമ്പോൾ 50കളുടെ എണ്ണം എനിക്ക് തോന്നുന്നു 7ഓളം 50കളാണ് അദ്ദേഹം മറികടന്നത്. പിന്നെ ഇന്നലത്തെ ഒരു പ്രത്യേകത പരിശോധിച്ച് നോക്കുമ്പോൾ ഇന്നലെ 18ാം IPL-ൽ 18ാം കുപ്പായക്കാരൻ, ഇന്നലത്തെ ഡേറ്റ് എല്ലാം കൂട്ടി നോക്കുമ്പോൾ 18 എന്ന് വരുന്ന നമ്പർ എല്ലാം കൗതുകകരമായ നമ്പർ. IPL-ന്റെ ചരിത്രത്തിൽ തന്നെ ഇത്രയും ഇതിഹാസമായ ഒരു ദിവസം വേറെ ഉണ്ടായിട്ടുണ്ടോ എന്ന് വേണം പരിശോധിക്കാൻ. വേറെ ഒരു കാര്യം എടുത്തു പറയുമ്പോൾ RCBയുടെ ഈ സീസണിലെ ലൈനപ്പ് അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ലൈനപ്പ് ആയിരുന്നു. ഇപ്പോൾ നോക്കൂ, നമ്മുടെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഉണ്ടാവുമോ എന്ന ഭീതി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കളി പെട്ടെന്ന് അങ്ങ് നിർത്തിവെക്കുകയുണ്ടായി. പിന്നെ സാഹചര്യം എല്ലാം ശാന്തമായതിന്റെ പുറത്ത് വീണ്ടും കളി റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ എത്ര താരങ്ങൾ തിരിച്ചു വരുമെന്ന കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ RCBയുടെ ഏറ്റവും നല്ല ബോളറായ ഹെയ്സൽവുഡ് തിരിച്ചു വരുമോ എന്ന കാര്യത്തിൽ ഭയങ്കര സംശയം നിലനിന്നിരുന്നു. വരുന്നില്ല, അദ്ദേഹം തിരിച്ചു പോയി, ഇനി തിരിച്ചു വരില്ല എന്നൊക്കെ വളരെ ഒരു റൂമർ പറഞ്ഞിരുന്നു. പക്ഷേ RCB കൃത്യമായി എല്ലാ പ്ലേയേഴ്സിനും തിരിച്ചെത്തിക്കുന്നു. അതിൽ ഏറ്റവും കൗതുകം എന്ന് പറയട്ടെ, ഇന്നലെ സംഭവിച്ച കാര്യങ്ങളാണ്. ഇന്നലെ കഴിഞ്ഞ ക്വാളിഫയർ 1 കഴിഞ്ഞതിന് ശേഷം ഫിൽ സാൾട്ട് എന്ന് പറയുന്ന അവരുടെ വെടിക്കെട്ട് ബാറ്റർ, ഓപ്പണർ, അദ്ദേഹമാണ് പവർ പ്ലേയിൽ അതിഭീകരമായി കളിച്ച് ആ ടീമിനെ ഒരു സേഫ് പൊസിഷനിൽ എത്തിയിട്ടാണ് അദ്ദേഹം ഔട്ടായി പോകുന്നത്. കോഹ്ലിക്കൊപ്പം വലിയൊരു പാർട്ട്ണർഷിപ്പും വലിയൊരു സ്കോറും പടുത്തുയർത്തി ടീമിനെ നല്ലൊരു ലെവലിലേക്ക് എത്തിച്ചിട്ടാണ് അദ്ദേഹം പവർ പ്ലേ വിട്ട് ഔട്ടായി പുറത്തു കയറുക. അപ്പോൾ ടീം സേഫാണ് ഏകദേശം. പിന്നെ വരുന്നവർക്ക് വളരെ സേഫായി ബാറ്റ് ചെയ്താൽ തന്നെ ടീമിനെ വലിയൊരു സ്കോറിലേക്ക് എത്തിക്കാൻ കഴിയും. ക്വാളിഫയർ 1 കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് കുഞ്ഞ് ജനിക്കുകയുണ്ടായി. ഇംഗ്ലണ്ടിൽ അദ്ദേഹം ഒരു അച്ഛനായി. അദ്ദേഹം കുഞ്ഞിനെ കാണാനുള്ള ആവേശത്തിൽ ക്വാളിഫയർ 1-ന് ശേഷം അദ്ദേഹം നാട്ടിലേക്ക് തിരികെ പോയി. പക്ഷേ ഇന്നലെ അഹമ്മദാബാദ് സ്റ്റേഡിയത്തിൽ അദ്ദേഹം
ഒറ്റ ദിവസം കൊണ്ട് പോയി കൊച്ചിനെ കണ്ട് തിരിച്ചു വന്നു എന്നാണ് പറയുന്നത്. കൊച്ചിനെ പോയി കാണുന്നു, ഉടൻ തന്നെ തൻ്റെ ടീം IPL കളിക്കാനുണ്ട്, IPL തൻ്റെ ആവശ്യം അവിടെയുണ്ട്. ഇന്നലെ ഏറ്റവും നിർണായകമായ ഒരു ക്യാച്ച്, അതായത് ഇന്നലത്തെ കളി തുടങ്ങി ആദ്യ 4 ഓവറിൽ 45 റൺസിന്റെ ഭൂരിപക്ഷത്തിൽ വൻ കുതിപ്പായിരുന്നു പഞ്ചാബ് നടത്തിയിരുന്നത്. ഓപ്പണിംഗ് പാർട്ട്ണർഷിപ്പ് വളരെ മികച്ച രീതിയിൽ ബാറ്റ് ചെയ്യുമ്പോൾ നമ്മളെല്ലാവരും വിചാരിച്ചു അനായാസം പഞ്ചാബ് കളി ജയിക്കും, RCB ഇപ്രാവശ്യവും കപ്പ് എടുക്കാൻ പറ്റില്ല എന്ന രീതിയിലായിരുന്നു ആളുകൾ വിലയിരുത്തുന്നത്. അവസാനം ഈ പവർ പ്ലേയുടെ അവസാന ഓവറുകളിൽ ഒരു അത്യുഗ്രൻ ക്യാച്ച്, അങ്ങനെ ഒരു ക്യാച്ച് നമ്മൾ കണ്ടത് മുമ്പേ AB de Villiers കയ്യിൽ നിന്നാണ്. ഈ ഒരു എന്താ പറയുക 6 ലൈനിൽ നിന്നുകൊണ്ട് പറന്നുയർന്ന് AB de Villiers അന്നെടുത്ത ക്യാച്ച് എല്ലാവരും വളരെ നെഞ്ചിലേറ്റിയ ഒരു ക്യാച്ചാണ്. അതുപോലെ ഒരു ക്യാച്ച് തൻ്റെ പൊസിഷനിൽ നിന്ന് ഓടി വന്ന് ചാടി ബോൾ പിടിച്ച്, അദ്ദേഹത്തിന് സ്റ്റെപ്പ് കിട്ടുന്നില്ല, അങ്ങനെ ബോൾ വീണ്ടും എയറിലോട്ടിട്ട് ബൗണ്ടറി ലൈനിന് അപ്പുറത്ത് കിടന്ന് തിരിച്ചു വന്നിട്ടാണ് അദ്ദേഹം ആ ക്യാച്ച് എടുക്കുന്നത്. അതാണ് കളിയുടെ ഏറ്റവും വലിയ ക്രൂഷ്യൽ പോയിന്റ് എന്ന് പറയുന്നത്. ആ ഓപ്പണിംഗ് പാർട്ട്ണർഷിപ്പ് പൊളിഞ്ഞതോടെയാണ് കളി വീണ്ടും RCBയുടെ പക്കലേക്ക് വരാൻ തുടങ്ങിയത്. ഒരുപക്ഷെ ആ ഓപ്പണിംഗ് പാർട്ട്ണർഷിപ്പ് പൊളിഞ്ഞില്ല, അതൊരു 6 ആയി മാറുകയാണെങ്കിൽ പഞ്ചാബിന് ആത്മവിശ്വാസം വീണ്ടും കൂടിയതിനെ, വീണ്ടും കളിയുടെ ഗതി മറ്റൊന്നായി മാറുമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ ആ തിരിച്ചുവരവ്, സ്വന്തം കുഞ്ഞിനെ കണ്ട് ഇംഗ്ലണ്ടിൽ പോയി പെട്ടെന്ന് തന്നെ തിരിച്ചു വരിക എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് വേണമെങ്കിൽ വിചാരിക്കാമായിരുന്നു ടീമിൽ എന്നേക്കാൾ കളിക്കുന്ന വേറെ പ്ലെയേഴ്സ് ഉണ്ട്, അവര് കളിച്ചോളും, ഞാൻ ഇനി തിരിച്ചു പോകണ്ട, തിരിച്ചു വന്നതല്ലേ, ഇനി കുഞ്ഞിന്റെ ഒപ്പം ഇവിടെ നിൽക്കാമെന്ന് വേണമെങ്കിൽ അദ്ദേഹത്തിന് തീരുമാനിക്കായിരുന്നു. പക്ഷേ തൻ്റെ ടീമിന് തന്നെ ആവശ്യമുണ്ട്, താൻ അവിടെ തിരികെ എത്തണം. അങ്ങനെയാണ് ഓരോ ടീം അംഗങ്ങളും അതിൽ, പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ വിരാട് കോഹ്ലിക്ക് ഒരു കപ്പ് ഞങ്ങൾ എല്ലാവരും കൂടി നേടിക്കൊടുക്കണം. അതിനകത്ത് അതാണ് പറയുന്നത്. അതിനകത്ത് ഓരോ ആരും അതിനകത്ത് എന്താ പറയാനാണ് എല്ലാവരുടെ ആഗ്രഹം. എനിക്കൊന്ന് IPL ആകുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും അവരുടേതായ ടീമുകളുണ്ട്, അവരുടെ ഇഷ്ട താരങ്ങളുള്ള ടീമിനെ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. പക്ഷേ ഇന്നലത്തെ ദിവസം ആഷിക്ക് സൂചിപ്പിച്ചതുപോലെ തന്നെ ശ്രേയസ് അയ്യർ എന്തുകൊണ്ടും അനുയോജ്യരാണ്. ഒരുപാട് എന്താ പറയാനാണ് പഴികൾക്ക് കേട്ടം, BCCIയുടെ സെൻട്രൽ കോൺട്രാക്റ്റിൽ നിന്ന് പുറത്തു പോയിട്ട് തിരിച്ചു വരുന്നു, ഒരുപാട് പഴികൾ കേൾക്കുന്നു. അതായത് കൃത്യമായിട്ട് പരിശീലന മത്സരങ്ങൾ കളിക്കുന്നില്ല എന്നുള്ള പരാതികളുണ്ടായിരുന്നു. പക്ഷേ ഒന്ന് ട്രാക്ക് നോക്കുക, പ്രധാനപ്പെട്ട മത്സരങ്ങളെല്ലാം ജയിച്ച് IPLന്റെ ഫൈനൽ വരെ എത്തിയിരിക്കുന്നു. ഈ ഒരു സീസൺ കൊണ്ട് തന്നെ, ഈ ഒരു ഒറ്റ വർഷം കൊണ്ട് തന്നെ, അവസാനത്തെ ഒരു വർഷത്തേക്ക് ഇത് നോക്കുമ്പോൾ തന്നെ ഒരു വലിയൊരു തിരിച്ചുവരവ് ഈ ശ്രേയസ് അയ്യർ നടത്തുന്നു. അതുകൊണ്ട് തന്നെ ശ്രേയസ് അയ്യർ ഇതിനകത്ത് യോഗ്യനാണെന്ന് പറഞ്ഞു. എന്നാൽ പോലും മറുവശത്ത് 18 വർഷത്തെ കാത്തിരിപ്പ്, എനിക്കൊന്ന് എല്ലാ മത്സരം കണ്ട എല്ലാവരും ഒരുവിധം ഭൂരിപക്ഷം പേരും റോയൽ ചലഞ്ചേഴ്സ് കപ്പ് നേടണമെന്ന് ആലോചിച്ചു. കാരണം എപ്പോഴും തോൽവികൾക്ക് ഉദാഹരണമായിട്ട് പറയുന്ന ഒരു ടീം കൂടിയായിരുന്നു റോയൽ ചലഞ്ചേഴ്സ്. ഇപ്പോൾ എന്നിട്ടും അവർ പോരാടുന്നു, വിരാട് കോഹ്ലികൾ പോലുള്ളവർ ക്ഷമയോടെ കാത്തിരിക്കുന്നു, ഒരു വിജയത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും ഉദാഹരണമായിട്ട് പറഞ്ഞിരുന്നത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ. അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മറ്റൊരു ട്രോളായി പറയുന്നത്, കേരള ബ്ലാസ്റ്റേഴ്സും റോയൽ ചലഞ്ചേഴ്സ് ടീമിനെയും താരതമ്യം ചെയ്ത് അവരുടെ ഫാൻസിന്റെ തൊലിക്കട്ടിയെ കുറിച്ച് ചോദിക്കുന്നു. അങ്ങനെയൊക്കെ പല രീതിയിലുള്ള ട്രോളുകളൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും അതിനും കൂടി ആയിരുന്നു എന്തായാലും ഉത്തരവല്ല. നമ്മൾ അതിലൂടെ മനസ്സിലാക്കേണ്ടത്, റോയൽ ചലഞ്ചേഴ്സിന്റെ വിജയത്തോടെ മനസ്സിലാക്കേണ്ടത്, എത്രയും നമ്മൾ പരിശ്രമിച്ചു കഴിഞ്ഞാൽ ജയം നമ്മളെ തേടിയെത്തും. അതിന് നമ്മൾ നേരത്തെ പറഞ്ഞ പ്രയത്നിച്ചു കൊണ്ടിരിക്കുക, അത് ഒടുവിൽ എത്തിക്കുന്നത് വിജയത്തിലേക്ക് തന്നെയാകുന്നത്. അതെന്തായാലും ഒരു നല്ല മെസ്സേജ് കൂടിയായിരിക്കും നമുക്ക് ഇന്നലത്തോടെ അത് നമുക്ക് കിട്ടിയിരിക്കുന്നത് തന്നെ.